അതെല്ലാം ഇല്ലാത്തൊരു വിഷയം ഉണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നോണ പറയാം, പച്ചക്കള്ളം പറയാം, ഇല്ലാത്തൊരു കാര്യം, മന്ത്രി ഉൾപ്പെടെ, മനസ്സിലായ? എന്നിട്ട് പ്രചരിപ്പിച്ചിട്ട് അക്രമത്തിന് ആഹ്വാനം ചെയ്യാണ്. അക്രമത്തിന് ഈ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടാണ് ആദ്യം നടപടി എടുക്കേണ്ടത്. അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന്, കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുക്കണം. എം വി ഗോവിന്ദനെതിരായിട്ട് ആരോഗ്യമന്ത്രിയുടെ കൈയും പെടലിയും തിരിച്ചു. കേസുകാരെന്ന് പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരായി കേസെടുക്കണം. ആ അതെന്നെ പറഞ്ഞത്. പെടലിക്ക് തിരിച്ചെന്നും കൈ പിടിച്ച് തിരിച്ചെന്നും പച്ചക്കള്ളം പറഞ്ഞു കൊല്ലാൻ ശ്രമിച്ചെന്നവരെ. എന്നിട്ട് ആ കേസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയവർക്കെതിരായിട്ട് വധശ്രമത്തിന് കേസ് കൊടുത്തു. വധശ്രമത്തിന് കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്തിരി. ആകെ അവർ കരിങ്കൊടി പിടിച്ചത് മാത്രമാണ്. സ്പീക്കർ ബോധ്യപ്പെടാൻ, സ്പീക്കർ അത് കണ്ടില്ലല്ലോ. സ്പീക്കർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കണ്ടു ബോധ്യപ്പെടണം? സ്പീക്കർ പഴയ SFIക്കാരനായതാണ്. ഇപ്പോൾ സ്പീക്കർ ആ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയി. എന്നിട്ട് പണ്ട് ഈ കോളേജിലൊക്കെ ഇതുപോലത്തെ നാടകം ഉണ്ടാക്കില്ല, തല്ലിയെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കെട്ടൊക്കെ കെട്ടി വരുമല്ലോ ചിലർ. അതുപോലത്തെ ഒരു നാടകം അദ്ദേഹമാണ് ഉപദേശിച്ചെങ്കിൽ ഞാൻ ഒരു സലാം പറഞ്ഞിരിക്കുന്നു സ്പീക്കറോട്. സ്പീക്കർ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് പഴയ SFIക്കാരനായി അദ്ദേഹം മാറി. ഇത്രയേ ഉള്ളൂ. അസംബ്ലിയൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. അതിന് സ്പീക്കറുണ്ട്, ആ കൂടെ അല്ലെങ്കിൽ സ്പീക്കറുണ്ട്. സംശയം എന്താ? സ്പീക്കറായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് മൊത്തം തിരിയുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല, കൂളായിട്ട് എല്ലാവരോടും സംസാരിച്ച് ഹലോ ഹലോ പറഞ്ഞു പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഇത്. പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ പാട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട് എല്ലാവരും ഇന്നലെ കാണിച്ചു. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്, കാലാവസ്ഥ പരിപാടിയിൽ ആ പാടുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ KSU പ്രവർത്തകർ കത്തിവെച്ച് കുത്തിയെന്ന് പറഞ്ഞാൽ കയ്യിൽ. അല്ല, സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിച്ചത് മാർച്ച് 1-ാം തീയതിക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു സെക്കൻഡ് വീക്കിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അനൗൺസ്മെന്റ് പോകും. പിന്നെ നമ്മുടെ ജാഥ നടക്കുകയാണ്. ഞങ്ങൾ UDF-ലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. 24 മണിക്കൂർ കൊണ്ട് ഏത് സമയത്തും അത് അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രൊസീജിയർ തുടങ്ങി. സ്ക്രീനിങ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ഇനി സ്ക്രീനിങ് കമ്മിറ്റി ചേരും. അതിന് ഞങ്ങളെല്ലാം പങ്കെടുക്കും. അതിനുശേഷം വളരെ സ്മൂത്തായിട്ട് 2 ഘട്ടമായിട്ട് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കും, ഘടകകക്ഷികളും പ്രഖ്യാപിക്കും. അല്ല, അത് പറയാറായില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെൽസിറ്റി ബോർഡ് ലാഭത്തിലാക്കി 22 പൈസ കുറച്ചു കൊടുത്തു. അതുവരെയുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് കുറച്ചു കൊണ്ടുവന്ന് 1000 കോടി മാത്രമാക്കി. ബോർഡ് ലാഭത്തിലായി. പണ്ട് മുതലേ ഉണ്ടായിരുന്ന നഷ്ടം കുറച്ചു കൊണ്ടുവന്ന് 1000 കോടി രൂപയുടെ നഷ്ടം മാത്രമാക്കി. അതുവരെ ഇല്ലാതെ ക്യുമുലേറ്റീവ് ലോസ് മുഴുവൻ കുറച്ചു കൊണ്ടുവന്നു ലാഭത്തിലാക്കി ബോർഡ്. ഇപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, പറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന് വിശദം ചോദിച്ചുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഉള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആദ്യത്തെ കൊല്ലം ഞങ്ങളുടെ ഗവൺമെൻറ്, ലോങ് ടൈം 25 വർഷത്തേക്ക്, ആദ്യത്തെ കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു, ഞങ്ങളുടെ ഗവൺമെൻറ്. പിന്നെ 7 കൊല്ലം CPM വാങ്ങിച്ചു. ഈ ഗവൺമെൻറ്, CPM അല്ല, ഈ ഗവൺമെൻറ്, CPM ഭരിക്കുന്ന ഗവൺമെൻറ് വാങ്ങിച്ചു. 8ാമത്തെ കൊല്ലമായപ്പോൾ അതിലൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് റദ്ദാക്കി, കരാർ റദ്ദാക്കി. എന്നിട്ട് വേറെ കമ്പനിക്ക് കൊടുത്തു. 4 രൂപ 29 പൈസക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പം എത്ര രൂപയ്ക്കാണ് മേടിക്കണമെന്നറിയാം? മേടിക്കുന്നത് എത്രയാണെന്നറിയാം? 8 രൂപ തൊട്ട് 14 രൂപ വരെ ഒരു യൂണിറ്റിന്. 3 ഇരട്ടി കൂടുതലാണ് മേടിക്കുന്നത്. ഒരു ദിവസം 20 കോടി രൂപയുടെ നഷ്ടം ആ ഒരു കാരണത്തിന്റെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി മനസ്സിലായി. പവർ കട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇപ്പൊ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.